ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 5. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ, എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശമില്ല. ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ മക്കൾക്ക് ലഭിച്ചു. അങ്ങനെ അവൻ വംശാവലിയിൽ ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണപ്പെടുന്നില്ല. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് അഭിഷിക്തൻ ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിനു ലഭിക്കും. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ: ഹാനോക്ക്, പല്ലോ, ഹെസ്രോൻ, കർമ്മി. കർമ്മിയുടെ പുത്രന്മാർ: അവൻ്റെ മകൻ ശെമയ്യാവ്, അവൻ്റെ മകൻ ഗോഗ്, അവൻ്റെ മകൻ ശിമയി, അവൻ്റെ മകൻ മീക്കാം, അവൻ്റെ മകൻ ഊറിയ, അവൻ്റെ മകൻ ബാൽ, അവൻ്റെ മകൻ അബീയ. അവനെ ആശൂർ രാജാവായ തെഗ്ലത്ത് പലീസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ നേതാവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവൻ്റെ സഹോദരന്മാർ: തലവനായ യയീയേൽ, സകരിയ, ആരോവേരിൽ നെബോവും ബാൽമെയോനും വരെ പാർത്ത ബേലാം. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് വർദ്ധിച്ചിരുന്നതിനാൽ അവർ കിഴക്കോട്ട് യൂഫ്രട്ടീസ് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിന്റെ കാലാൽ അവർ കൂടാരവാസികളായ അറേബ്യരോട് യുദ്ധം ചെയ്തു. അവർ വിജയിച്ച് ഗിലെയാദിന് കിഴക്കെല്ലായിടവും കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ പുത്രന്മാർ അവർക്ക് നേരെ ബാഷാൻ ദേശത്തു സൽക്കാ വരെ പാർത്തു. അവരുടെ തലവൻ യോവേൽ, രണ്ടാമനായ ഷാഫാം, യനായി, ബാഷാനിലെ ഷാഫാത്ത്. അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ: മിഖായേൽ, മെശുല്ലാം, ശേബ, യോരായി, യക്കാൻ, സിയ, ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഗായിലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി ആരോഹയുടെ മകൻ, അവൻ ഗിലെയാദിന്റെ മകൻ, അവൻ മിഖായേലിന്റെ മകൻ, അവൻ യെശീശയുടെ മകൻ, അവൻ യഹദോവിന്റെ മകൻ, അവൻ ബൂസിന്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. ഗിലെയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. അവരുടെ വംശാവലി യഹൂദ രാജാവായ യോതാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയും എടുക്കുവാനും വില്ലുകുലച്ച് ചെയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ യോദ്ധാക്കൾ 44,666 പേരുണ്ടായിരുന്നു. അവർ കൂടാരവാസികളോട് യുദ്ധം ചെയ്തു. എല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവനിൽ ആശ്രയിച്ചതിനാൽ അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവർ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുതാം എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചു കൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ അവരുടെ കൂടാരങ്ങളിൽ പ്രവാസകാലം വരെ പാർത്തു. മനശ്ശെയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാഷാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ വ്യാപിച്ചു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാർ ഊരിയ,
ഏഫെർ, ഇഷിയേലിയേൽ, അസ്ത്രീയേൽ, എരമ്യാം, യഹദീയേൽ. ഇവർ ശൂരന്മാരും പ്രസിദ്ധരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് വ്യാജം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് തെറ്റിപ്പോയി. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം ആസൂർ രാജാവായ പൂലിന്റെയും ആസൂർ രാജാവായ തെക്ലത്ത് പലീസറിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും പിടിച്ചു ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്ന് വരെയും പാർക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.